തനിക്കെതിരായ കാസ്റ്റിംഗ് കൗച്ച് പരാതി വ്യാജമെന്ന് അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു. ഹണി ട്രാപ്പിനുള്ള ശ്രമമാണ് നടന്നത്. പണം നൽകാതെ ആയതോടെയാണ് ഈ യുവതി പരാതി നൽകിയതെന്ന് ദിനിൽ ബാബു ആരോപിക്കുന്നു. ഇപ്പോൾ ചാനലിലും സോഷ്യൽ മീഡിയയിലും എനിക്കെതിരെ അലിഗേഷൻ നടക്കുന്നുണ്ട്. ഞാനൊരു കാസ്റ്റിംഗ് കൗച്ച് നടത്തി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേര് യൂസ് ചെയ്തെന്ന് പറയുന്നു. ഞാൻ ആ കമ്പനിയേക്കല്ല വിളിച്ചത്. അവരെന്നോട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പനിയുടെ ലാൻഡ്മാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവരിങ്ങോട്ട് വിളിച്ചതാണ്. അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല അവർ ഒരു ഹണി ട്രാപ്പിന് വേണ്ടി ചെയ്തതും എന്നോട് കാശ് ചോദിച്ചതിനും തെളിവ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ കാശ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൂലം അങ്ങനത്തെ ഒരു കമ്പനിക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇവർ മാത്രമല്ല, ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ഒരു ചിത്രം ആരംഭിക്കുന്നുണ്ടെന്നും അതിൽ അഭിനയിക്കാനെന്നൊരു കാര്യം പറയാനായി യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു യുവതി നൽകിയ പരാതി. എറണാകുളം സൗത്ത് പോലീസ് നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ വേഫർ ഫിലിംസ് തേവര പോലീസും അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കും പരാതി നൽകിയിരിക്കുന്നത്. വേഫർ ഫിലിംസുമായി ദിനിൽ ബാബുവിന് യാതൊരു ബന്ധവുമില്ല. ഇയാൾ വേഫർ ഫിലിംസിന്റെ സിനിമയിൽ യാതൊരു ബന്ധമല്ല, അതിനൊരു ഭാഗമല്ല എന്നായിരുന്നു വേഫർ ഫിലിംസ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് ആളായ ദിനിൽ ബാബു തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വേഫർ ഫിലിംസുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല സംസാരിച്ചത്, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് യുവതി തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ചെയ്തത്. 2 ദിവസം മുന്നേ യുവതി ഇങ്ങോട്ടേക്ക് വിളിച്ചു. അതിനുശേഷം ഒരു ഹണി ട്രാപ്പ് ആണെന്ന് മനസ്സിലായി തുടർന്നാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് താൻ പിന്നീട് ആ ഫോൺ എടുത്തത്. പിന്നെ അതിനുശേഷം ഈ യുവതി തന്നെ ഹണി ട്രാപ്പിന് നടത്തുമായിരുന്നെന്നായിരുന്നു ഈ വേഫർ ഫിലിംസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ദിനിൽ ബാബു വിശദീകരണം രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നിയമ നടപടി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ദിനിൽ ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൊരു ബ്ലാക്ക് മെയിൽ ഉണ്ടെന്ന കാര്യം ദിനിൽ ബാബു ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി മുന്നോട്ട് പോകുമെന്ന് ദിനിൽ ബാബു ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സൗത്ത് പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ തേവര പോലീസും ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. കൂടാതെ ഫെഫ്കയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് വേഫർ ഫിലിംസ് പരാതി നൽകിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.